പ്രണവമന്ത്രം മുഴങ്ങുന്ന പവിത്ര സ്ഥാനമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. സമഭാവ സൗന്ദര്യം നിറയുന്ന ശബരിമലയുടെ മഹാത്മ്യങ്ങളുമായി സ്വാമി സവിധം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. മനുഷ്യ മനസ്സിൽ ഭക്തി പ്രഹർഷമുണർത്തുന്ന ശബരിമല സന്നിധാനത്തെ പൊന്നു 18 പടികൾ സത്യമായ പരമപദത്തിലേക്കുള്ള തത്വ സോപാനങ്ങളാണ്. തമോസാഗരത്തിൽ നിന്നും മനുഷ്യ മനസ്സിനെ ആത്മീയ വെളിച്ചത്തിൻ്റെ വിഹായസിലേക്ക് ഉയർത്തുന്നു ശബരിമല സന്നിധാനത്തെ പൊന്നു 18 പടികൾ. അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലെത്താൻ ഭക്തർ 18 പൊൻപടികൾ ഏറേണ്ടതുണ്ട്. അവിടെ എത്തുമ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നും സത്യമായ പൊന്നു 18-ാം പടിയെ ശരണമയ്യപ്പ എന്ന് ഹർഷോന്മാദത്തോടെ ശരണഘോഷം മുഴങ്ങും. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആസ്ഥാനമാകിയാൽ വ്രതശുദ്ധിയും മനഃശുദ്ധിയും ഉള്ളവർക്ക് 18 പടികൾ ചവിട്ടാൻ യോഗ്യതയുള്ളൂ. പടികൾ കയറുന്നതിന് മുൻപ് ഭക്തർ തേങ്ങയുടയ്ക്കുന്നു. വലതുകാൽ വെച്ച് ആദ്യ പടി ചവിട്ടു. പതിനെട്ടാം പടി കയറി ചെല്ലുന്ന സന്നിധാനത്തിൽ അയ്യപ്പൻ്റെയും ഗണപതിയുടെയും നാഗത്തിൻ്റെയും നടകളാണ് ഉള്ളത്. കൂടാതെ 4 അമ്പലവും മടപ്പള്ളിയും മണ്ഡപവും ഉണ്ട്. 18-ാം പടിക്ക് താഴെ ഇരുവശങ്ങളിലുമായി കറുപ്പസ്വാമിയും കടുത്ത സ്വാമിയും കാവൽ നിൽക്കുന്നു. അയ്യപ്പന്റെ സാന്നിധ്യം എന്നും പന്തള രാജ്യത്തിൽ ഉണ്ടാകണമെന്ന് രാജാവ് അപേക്ഷിച്ചപ്പോൾ ശബരിഗിരിയിൽ ക്ഷേത്രം പണിയുന്നതിനുള്ള അനുവാദം അയ്യപ്പൻ നൽകിയിരുന്നു. അതോടൊപ്പം മലമുകളിലെ ക്ഷേത്രത്തിന് തത്വസോപാനമായി 18 പടികൾ വേണമെന്നും അത് 18-ാം പടി എന്ന പേരിൽ പ്രശസ്തമാകുമെന്നും പറയുകയുണ്ടായി. ഭഗവത് സന്നിധിയെ പ്രാപിക്കുവാൻ ആരോഹണം ചെയ്യേണ്ട 18 പടികൾ ആധ്യാത്മികമായ ഔന്നത്യത്തിലേക്കുള്ള പടവുകൾ കൂടിയാണ്. ഇരുമുടിക്കെട്ടോടുകൂടി മാത്രമേ 18 പടികൾ ചവിട്ടിക്കയറാനാകൂ.
ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, അസൂയ, ഡംബ് എന്നീ അഷ്ടരാഗങ്ങളും സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളും വിദ്യയും അവിദ്യയും ചേർന്ന 18 തത്വസോപാനമാണ് 18ാം പടി എന്ന് അറിയപ്പെടുന്നത്. 18 പടികളേറി അയ്യപ്പ സന്നിധിയിലെത്തി പുണ്യദർശന സാഫല്യം നേടുന്ന ഭക്തർ പൂങ്കാവനവും പർവ്വതങ്ങളും പമ്പയും ഉൾപ്പെടെ ഈ വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്ന ഏക ചൈതന്യം തന്നിലും ഭഗവാനിലുമുള്ള ഒരേ ശക്തിയാണെന്ന് തിരിച്ചറിയുന്നു. ചിലർ ഇതിനെ കാഴ്ചയുടെയും ഘ്രാണത്തിൻ്റെയും രുചിയുടെയും കേളിയുടെയും സ്പർശത്തിൻ്റെയും പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നിവയും പ്രതിനിധീകരിക്കുന്നതായി പറയുന്നു. ആധ്യാത്മിക തലത്തിൽ നിന്ന് അഷ്ടരാഗങ്ങൾ നമ്മെ പ്രാപഞ്ചിക മേഖലയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. പരമാത്മാവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ കെട്ടുപാടുകളിൽ നിന്നും മുക്തമാകണമെന്ന് ഈ പടികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാന പടികൾ വിദ്യയെയും അവിദ്യയെയും പ്രതിനിധീകരിക്കുന്നു. 18ാം പടി പഞ്ചഭൂതങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയും ആണെന്ന് പറയപ്പെടുന്നു. തത്വരത്നധന്യങ്ങളാകുന്ന സത്യമായ പൊന്നു 18 പടികളെ വന്ദിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാമി സവിധം ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും കാണാം. സ്വാമി ശരണം.